നീറ്റും പാറ്റകളും എന്നുള്ളതാണ് വിഷയം. നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കണ്ടമാനം ഘട്ടത്തിലായ ഒരു വിഭാഗമാണല്ലോ പാറ്റകളെ കുറ്റപ്പെടുത്തരുത്. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള കഠിനാധ്വാനം. ക്രമക്കേടുകൾ അഥവാ പരീക്ഷാ നടത്തിപ്പിലെ പിഴവുകൾ, ഇതാണ് അവരെ അലട്ടുന്നത്. പ്രതീക്ഷാ നേതാക്കളുടെ പ്രായോജിത കൂലിപ്പട്ടാളമാണ്. അവരുടെ ആത്മാർത്ഥത എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാനാകണം. നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തി അത് എഴുതി യഥാർത്ഥ വിദ്യാർത്ഥികളെല്ലാം അഡ്മിഷൻ എടുത്ത് പഠനം നടന്നു. പാറ്റകളും എലികളും ഒട്ടുകാലികളും അതൊന്നും അറിയില്ല. അവരുടെ ആവശ്യം ആത്മഹത്യ ചെയ്തവർക്ക് കോടികൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്, മന്ത്രി രാജിവെക്കണമെന്ന്. എത്ര പുരോഗമനപരമായ ജനാധിപത്യ സംവിധാനം അഥവാ വിചിന്തനമാണ്. നമുക്കിനി നീറ്റ് പോലുള്ള പരീക്ഷകളിലേക്ക് വരാം. രാജ്യത്താകമാനം വർഷാവർഷം നടത്തുന്ന ഈ പരീക്ഷയുടെ ചോദ്യങ്ങളൊന്നും ചോർത്തേണ്ടതോ ഒട്ടിക്കേണ്ടതോ ആയ യാതൊരു ആവശ്യമില്ല. 8 മുതൽ 12 വരെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്നവർക്ക് ഇവയെല്ലാം പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ശതമാനം യഥാർത്ഥത്തിൽ പഠിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. നല്ല വിദ്യാലയങ്ങളിൽ നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള ആത്മാർത്ഥതയുമായി ചേരുന്ന അഥവാ പോകുന്നവർക്ക് ഈ സൗഭാഗ്യം ഒരിക്കലുമില്ല. അതൊരു 5% വരുമായി. യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ആവശ്യമില്ല. ബാക്കിയുള്ള തത്തമ്മയെ പൂച്ച പഠിക്കുന്ന കോച്ചിങ് കേന്ദ്രങ്ങളുടെ ഉൽപ്പന്നങ്ങളെ മെഡിക്കൽ കോളേജുകളുടെ വിദ്യാർത്ഥികളാക്കാനുള്ള പണക്കുന്നന്മാരായവരുടെ മേളനങ്ങളാണ് നീറ്റ് പരീക്ഷയെ മാമാങ്കങ്ങളാണ്. കോച്ചിങ് സെൻ്ററുകളുടെ നേതൃത്വത്തിലാണ് ചോർത്തലും കൊള്ളയും ഒക്കെ നടക്കുന്നത്. 95% മാർക്ക് സ്റ്റേറ്റ് സിലബസിൽ സർക്കാർ സ്കൂളിൽ പഠിച്ച് നേടുന്ന കുട്ടി പരീക്ഷ എഴുതാനുള്ള പരിശീലനം മാത്രം കിട്ടിയാൽ കടക്കാവുന്ന കടമ്പയേ ഉള്ളൂ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷ എന്ന്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാതെ കോച്ചിങ് കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള അൺഎയ്ഡഡ് മാളികകളിൽ പിള്ളേരെ കൊണ്ട് താമസിപ്പിച്ച് കഷ്ടപ്പെടുത്തുന്ന മാതാപിതാക്കളോട് എന്ത് പറയാം? കോച്ചിങ് കേന്ദ്രങ്ങളെ അറിയാത്തവരറിയാം. കേരളത്തിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളിൽ ചിലതൊഴിച്ചാൽ ആ പേരിലും ഈ പേരിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു പ്യൂൺ പരീക്ഷ പോലും കടക്കാൻ കഴിയാത്തവരാണ് പഠിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ളൊരു വഴി മത്സര പരീക്ഷകൾ ജയിക്കാൻ ആവശ്യമായ പൊതുവിജ്ഞാനവും ഭാഷാശേഷിയും പള്ളിക്കൂടങ്ങളിൽ നിന്നും വായനയിൽ നിന്നും ആർക്കും സൗജന്യമായി സംഭരിക്കാമെന്ന് മാത്രം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇവയും 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം വഴി വ്യക്തമാകുന്നത്. പരീക്ഷാ പരിശീലനങ്ങളെല്ലാം ഓൺലൈനിൽ ആർക്കും സൗജന്യമായോ ചെറിയ തുക അടച്ചോ നേടാവുന്നതാണ്. പാറ്റകളും കൂട്ടങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സമരങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ആദ്യം സമരം ചെയ്യേണ്ടത് കോച്ചിങ് കേന്ദ്രങ്ങൾക്കെതിരെ കോടാനുകോടികൾ കൊള്ളയടിക്കുന്ന ഇവരാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അരാജകത്വവും അനിശ്ചിതാവസ്ഥയും സൃഷ്ടിക്കുന്നത്. അർഹതപ്പെട്ടവന് കിട്ടേണ്ടത് തട്ടിയെടുത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കടിച്ചു കൊടുക്കുന്നതിനുള്ള കുറുക്കു വഴികളാണ് കോച്ചിങ്ങിന് എന്ന പേരിൽ തട്ടിൻ്റെ കേന്ദ്രങ്ങൾ നടത്തുന്നത്. കൂണ് പോലെ മുളച്ചു കൊണ്ടു, പന പോലെ വളർന്ന്, പാല് പോലെ പന്തലിക്കുന്ന ഈ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ
വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അമ്പയെ തകർക്കുന്നുണ്ട്. എനിക്കറിയാം, യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർ പോലും അവരുടെ കുട്ടികളെ എൻട്രൻസ് കോച്ചിങ് കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നു. അതിന് കാരണം എന്താണ്? അവർ നേരാവണ്ണം പഠിച്ച് നേരാവണ്ണം പരീക്ഷ എഴുതി നേരാവണ്ണം ചോദിക്കുകയാണ്. അവർക്ക് സ്വന്തം കുട്ടികളെ പോലും വേണ്ടത് പറഞ്ഞു പഠിക്കുന്നതിനുള്ള കഴിവില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ ഈ പരസ്യങ്ങളെല്ലാം കണ്ട് തൻ്റെ കുട്ടിയെ എൻജിനീയറാക്കാൻ വർഷങ്ങളോളം കോച്ചിങ് കേന്ദ്രങ്ങളിൽ അയച്ച് പീഡിപ്പിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയും. കോച്ചിങ് എന്ന് പറയുന്നത് ഇല്ലാതെ തന്നെ ഒരു നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി നീറ്റും JEE ഒക്കെ പാസ്സാകട്ടെ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് കാലത്ത് നമ്മുടെ രാജ്യത്തിലുണ്ട്. ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, അതായത് എഴുത്തും വായനയും അറിയുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ഏത് വിഷയവും വളരെ എളുപ്പത്തിൽ പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുന്നുണ്ട്. ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. ഇത് വേണ്ടി വന്നാൽ പരീക്ഷ എങ്ങനെ എഴുതണം എന്ന് പരിശീലിക്കാൻ എല്ലാ പരീക്ഷകളുടെയും മോക്ക് ടെസ്റ്റുകൾ എത്രമാത്രം വേണം എയറിലേക്ക് പരീക്ഷ എഴുതി പഠിച്ച് അതിൻ്റെ ന്യൂനതകൾ കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് ആ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിന് കുട്ടികളെ സജ്ജരാക്കാൻ വിദ്യാലയങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നല്ല വിദ്യാലയത്തിൽ നല്ല അധ്യാപകരുള്ള വിദ്യാലയത്തിൽ സ്കൂളുകളിൽ കുട്ടികളെ അയക്കാൻ കാട്ടുന്ന വിമുഖതയാണ് മാതാപിതാക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നന്നായി വിജയിച്ച് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപകരും അതും ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ശമ്പളം നൽകി നല്ല സ്കൂളുകൾ കെട്ടിപ്പടുത്ത് അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി നാട്ടിലാകെ ഉണ്ടെങ്കിലും അവിടെ കുട്ടികളെ പഠിക്കാൻ വിടാതെ ടീച്ചർ അല്ലെ സാർ എന്ന് വിളിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന, ശമ്പളമില്ലാതെയും നിസാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അധ്യാപക വേഷങ്ങൾ അധികമുള്ള സ്വകാര്യ മണിമാളിക പോലുള്ള സ്കൂളുകളിലേക്ക് അഡ്മിഷൻ മുതൽ ലക്ഷങ്ങൾ കൊടുത്ത് അയച്ച് തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം എഴുതുന്നത് എങ്ങനെയാണെന്ന് മാത്രം പരിശീലിപ്പിച്ചു. രോഗപരിചയിക്കാതെ ഒരപേക്ഷ തയ്യാറാക്കാൻ പോലും പഠിക്കാതെ പത്രം വായിക്കുന്നതിനുള്ള സമയം പോലും കൊടുക്കാതെ അവരെ വെറും യന്ത്ര സാമഗ്രിയായി പുറത്തേക്ക് ഇറക്കി വിടുന്ന സ്ഥാപനങ്ങളിൽ കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യപേപ്പർ മോഷണം, ചോദ്യമോഷണം, ഉത്തരമോഷണം ഇതിൻ്റെ എല്ലാം യഥാർത്ഥരാണ്. അവർ മുഖാന്തരം സംഭവിക്കുന്നത് അവരുടെ കുട്ടികളെ അയക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ റിസൾട്ട് കൂട്ടാൻ വേണ്ടി അവരുടെ കുട്ടികൾ കൂടുതൽ ആളുകൾ പരീക്ഷ പാസ്സാകാൻ വേണ്ടി
കുതന്ത്രങ്ങൾ സ്വീകരിക്കുന്നുവെന്ന്. എനിക്ക് ഈ രംഗത്ത് കാൽ നൂറ്റാണ്ടിൻ്റെ പരിചയം. വലിയ വലിയ പേരുകളുള്ള പരിശീലന കേന്ദ്രങ്ങൾ ഏത് തരത്തിലാണ് കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നതെന്നും ഇപ്പോഴും അത് തുടരുന്നതെന്നും ഏകദേശമല്ല, ഒരുമാതിരി ഉറച്ച ധാരണമാണ്. ഇതുപോലെ വ്യാപകമായി കോച്ചിങ് സെൻ്ററുകളൊന്നും ഇല്ലായിരുന്ന കാലം അവിടെയും ഇവിടെയും ഒക്കെ ആയി 2-3 കോച്ചിങ് സെൻ്ററുകളാണ് ആദ്യം. അവരുടെ രീതി എന്തായിരുന്നെന്ന് വെച്ചാൽ ദില്ലിയിൽ നിന്നും യുപിയിൽ നിന്നുമൊക്കെ എൻട്രൻസിന് വേണ്ടി വർഷങ്ങളായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന പഴയ സ്ഥാപനങ്ങളുടെ പുസ്തകങ്ങൾ, അതിൻ്റെ ഫോട്ടോ കോപ്പി എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് എടുത്ത് അതിൻ്റെ തലയും വായും മുറിച്ച് കൊടുക്കുക. അതായത് കുട്ടികളാണ് എന്നിട്ട് അത് പിള്ളേർക്ക് വിതരണം ചെയ്യുകയും അത് വായിച്ച് കേൾപ്പിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. പഴയ കാലത്തെക്കുറിച്ച് കേൾക്കുന്നത് അത് നമുക്ക് അന്ന് പുസ്തകത്തിന് വളരെ അന്നത്തെ ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ നല്ല പുസ്തകത്തിനൊക്കെ അന്ന് 400 രൂപയൊക്കെ വിലയുണ്ട്. ഇന്നും നല്ല വിലയുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങളെല്ലാം ഇന്ന് ആവശ്യങ്ങളൊക്കെ സൗജന്യമായി ആ പുസ്തകത്തിൽ. പിന്നെ ആ പുസ്തകത്തിലുള്ളത് എന്താണ്? ഇവർ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച നമ്മുടെ സിലബസ് NCERT-യോ SCERT-യോ CBSE-യോ എന്തെങ്കിലും ആ സിലബസിനകത്തുള്ള സയൻസും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ. ഈ പുസ്തകങ്ങളെല്ലാം NCERT ഉൾപ്പെടെയുള്ള എല്ലാ പുസ്തകങ്ങളും സൗജന്യമായി കിട്ടും. ഇനി വില കൊടുത്തിട്ടാണെങ്കിൽ പോലും വളരെ ചെറിയ തുകയ്ക്ക് PDF കൊടുക്കും. മോക്ക് ടെസ്റ്റുകൾ ഒരു വർഷം മുഴുവൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റിയ മോക്ക് ടെസ്റ്റുകൾക്കെല്ലാം പരമാവധി പണം കൊടുത്ത് വായിച്ചാണ് ഉണ്ടായിരുന്നത്. അത് ഈ എൻട്രൻസ് മാത്രമല്ല, മത്സര പരീക്ഷകൾ വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ഒരു കോച്ചിങ് സെൻ്ററിലെ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ പറയുന്നു, ഭൂരിഭാഗം ഇവകളുടെ കോപ്പി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന പണി പറഞ്ഞു ചെയ്യുന്നു. എന്നാൽ അവരൊരു ജൂൺ കോച്ചിലേക്കുള്ള പരീക്ഷ PSCയോ SSCയോ എഴുതി പാസ്സാകാനുള്ള യാതൊരു സാഹചര്യവും. അതുകൊണ്ടാണല്ലോ അവരവിടെ ഈ പണിക്കും പോകുന്നത്. ആ ഒരു കാര്യമെങ്കിലും പരീക്ഷ എഴുതി പാസ്സായി ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ അധ്യാപകർ മനസ്സിലാക്കുന്നില്ല എന്ന വസ്തുതയിൽ നിന്നാണ് ഈ അരാജകത്വം പറഞ്ഞത്. യോഗ്യരായവർ മാത്രം പാസ്സാവുകയും അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ആ രംഗത്ത് പ്രൊഫഷണലുകളാവുകയും ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. ഈ ഏറ്റവും അല്ലെങ്കിൽ 50% പോലും മാർക്ക് വാങ്ങാത്തവർ ഈ തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെ പരീക്ഷ എഴുതാൻ മാത്രം പഠിച്ച് എങ്ങനെയാൾക്ക് കയറി 15 സപ്ലി ആയിട്ട് എങ്ങനെയും കടന്നു പോയി ഡോക്ടർ അല്ല എഞ്ചിനീയർ എന്നുള്ള പേര് സമ്പാദിച്ച് രോഗികളെ ചികിത്സിക്കുകയും കെട്ടിടങ്ങളും പാലങ്ങളും പണിയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കണക്കെടുത്താൽ തീരുന്നു. എന്തെല്ലാം ജോലികളുണ്ട്. ഡോക്ടർ, എഞ്ചിനീയർ മാത്രം അല്ല, നേഴ്സ്, ഇതല്ലാത്ത ജോലികളൊന്നും ഇന്നാർക്കും വേണ്ടാതെ. കാലം മാറും.
മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാറ്റാ സമരം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇത്രയെങ്കിലും പറയണമെന്നുള്ള ആഗ്രഹം കുറച്ച് ദിവസമായി കൊണ്ടു നടക്കുക. ഇഷ്ടപ്പെട്ടാലും ഇത് പറയാൻ തീരുമാനിച്ചു പറഞ്ഞു. കേട്ടവർക്കെല്ലാം നന്ദി.